ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു ടിപ്സാണ്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ മുകളിലത്തെ സ്റ്റാറ്റസ് ബാറില്ലേ, നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് അതുപോലെ തന്നെ സമയവും നെറ്റ്വർക്കും ഒക്കെ കാണിക്കുന്ന സ്റ്റാറ്റസ് ബാർ. ഈ സ്റ്റാറ്റസ് ബാർ നിങ്ങളുടെ മൊബൈൽ ഫോൺ പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ മൊബൈൽ ഫോണിൽ കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ അവരുടെ ടൈമിൽ സെക്കൻഡ് കൂടി കാണിക്കും. അതേപോലെ തന്നെ അവരുടെ എത്ര ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെന്ന് മുകളിൽ തന്നെ കാണിക്കും. അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ ബാറ്ററി പെർസെൻറ്റേജ് ബാറ്ററിക്കകത്ത് കാണിക്കും, ചിലരുടേത് പുറത്ത് കാണിക്കും, ചിലരുടെ ബാറ്ററി നേരെ ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ മൊബൈൽ ഫോണിൽ കണ്ടിട്ട് പലതും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്ന പലതും നിങ്ങൾക്ക് വേണ്ട എന്ന് കരുതിയിട്ടുണ്ടാവും. എന്നാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. എൻ്റെ ഫോണിൻ്റെ മുകളിൽ സ്റ്റാറ്റസ് ബാറിൽ ഇടതുഭാഗത്ത് സമയവും ഒരു വാട്സപ്പിൻ്റെ ലോഗോയും കാണാം. ഇനി വലതുഭാഗത്താണെങ്കിൽ വൈഫൈ കണക്റ്റായി കിടക്കുന്നതും വൈഫൈ കോളിങ്ങിൻ്റെതും പിന്നെ മൊബൈൽ നെറ്റ്വർക്കും ബാറ്ററിയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പല മാറ്റങ്ങളും വരുത്താം. ഇപ്പോൾ എൻ്റെ ബാറ്ററിയിലൊന്നും നിങ്ങൾക്ക് കാണാം പെർസെൻറ്റേജ് പോലും കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിത് സെറ്റിങ്സിലൂടെ മാറ്റി കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ആദ്യം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ സ്റ്റാറ്റസ് ബാർ എന്ന് തന്നെ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇതിൽ ആദ്യം തന്നെ വന്നിട്ട് സ്റ്റാറ്റസ് ബാർ എന്ന ഓപ്ഷൻ, അത് ഓപ്പൺ ചെയ്യാം. ഇനി ചില മൊബൈൽ ഫോണുകളിൽ ഈ സ്റ്റാറ്റസ് ബാർ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിങ്സിനകത്താണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാർ കിട്ടുന്നതാണ്. ഓക്കെ, ഞാൻ ആദ്യം സ്റ്റാറ്റസ് ബാർ എന്ന് സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാറ്റസ് ബാറിൻ്റെ ഓപ്ഷൻ അങ്ങ് ഓൺ ചെയ്യുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കുറേ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഫോണിലും ഒരുപോലെയല്ല. ചില ഫോണിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും, ഇത് പോരാതെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ള ഫോണിലെ ഫീച്ചർ. പക്ഷേ ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആദ്യം ഞാൻ ഏറ്റവും മുകളിലുള്ള ടൈം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഷോ ഹവേഴ്സ് ആൻഡ് മിനിറ്റ്സിലാണ് ഉള്ളത്. അതിൻ്റെ തൊട്ട് താഴെ ഷോ ഹവേഴ്സ് മിനിറ്റ് ആൻഡ് സെക്കൻഡ്സ് എന്ന് കാണാം. ഞാൻ അതിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് കാണാം സമയം കാണിക്കുന്നതിൽ, അതായത് മണിക്കൂറും മിനിറ്റും മാത്രമല്ല സെക്കൻഡ് കൂടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ടൈമിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡു നോട്ട് ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കവിടെ സമയം തന്നെ കാണിക്കുന്നതല്ല. ഇനി രണ്ടാമതായി നോട്ടിഫിക്കേഷൻ ഐക്കൺസ് കാണാം. ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഷോ ഐക്കൺസിലാണുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഓരോ ആപ്ലിക്കേഷനിൽ നിന്നും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതത് ആപ്ലിക്കേഷൻ്റെ ലോഗോ മുകളിൽ കാണിക്കുന്നതാണ്. ഇനി എനിക്ക് ഐക്കൺ കാണിക്കേണ്ട, നമ്പർ മാത്രമാണ് കാണിക്കേണ്ടതെങ്കിൽ ഷോ നമ്പേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മുകളിൽ ആ വാട്സപ്പിൻ്റെ ചിത്രം മാറിയിട്ട് 1 എന്നായിട്ടുള്ളത്. അതായത് എനിക്കൊരു നോട്ടിഫിക്കേഷനേ ഉള്ളൂ. ഇനി 10 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് 10 എണ്ണം എന്ന് അവിടെ കാണിക്കുന്നതാണ്. ഇനി ഞാൻ ഡു നോട്ട് ഷോ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ നോട്ടിഫിക്കേഷനെ എനിക്ക് മുകളിൽ കാണിക്കുന്നതല്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ബാറ്ററി സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഞാൻ അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ബാറ്ററിയുടെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഇവിടെ ബാറ്ററിയുടെ ഓപ്ഷനിൽ ഞാൻ വെർട്ടിക്കൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണാം എൻ്റെ ബാറ്ററി നേരത്തെ വലങ്ങനെയായിരുന്നു, ഇപ്പോൾ അത് കുത്തനെയായിട്ടുണ്ട്. ഇനി ഇവിടെ ലൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബാറ്ററിയുടെ ചിത്രമേ പോയിട്ട് ഒരു റൗണ്ട് ആയിട്ടുണ്ട്. ബാറ്ററി തീരുന്നതിനനുസരിച്ച് ആ റൗണ്ട് കുറഞ്ഞു വരും. ഇനി ഡു നോട്ട് ഷോ ആണ് കൊടുക്കുന്നതെങ്കിൽ ബാറ്ററിയെ എൻ്റെ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്നതല്ല. ഇനി ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെത് ഡു നോട്ട് ഷോയിലാണുള്ളത്. ഇനി ഞാനിവിടെ ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ബാറ്ററിയുടെ അകത്ത് തന്നെ എത്ര ചാർജ് ഉണ്ടെന്ന് പെർസെൻറ്റേജ് കാണിക്കുന്നതാണ്. ഇനി ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ബാറ്ററിക്ക് ശേഷം എത്ര പെർസെൻറ്റേജ് ആണെന്ന് ബാറ്ററി ഓപ്ഷനിൽ തന്നെ കാണിക്കുന്നതാണ്. ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് പലർക്കും ആവശ്യമുള്ള കാര്യം, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എത്രയാണ് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഈ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ബ്ലൂടൂത്ത്, HD വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് ഞാനൊരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഒന്ന് സൈലൻറ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ്. സൈലൻറ്റ് മോഡിൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലെ സ്റ്റാറ്റസ് ബാറിൽ സൈലൻറ്റിൻ്റെ ചിഹ്നം കാണിക്കുന്നത്. ഇനി ഞാനിവിടെ സൈലൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷത്തിൻ്റെ ചിഹ്നം ഓഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇനി ആ സൈലൻറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നതല്ല. ഇതുപോലെ തന്നെ നിങ്ങൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന മറ്റുള്ള കാര്യങ്ങളും ഓൺ ചെയ്യുന്ന സമയത്ത്
അത് മുകളിലത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണിക്കേണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഇപ്പോൾ ഈ ഫോണിൽ വളരെ ചുരുക്കം ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ചില ഫോണുകളിൽ ഇതുപോലെ നിരവധി ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് ഈ ഓപ്ഷൻ വരുന്നതെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങളൊന്ന് ഇത് പരീക്ഷിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.